ഹായ്, ഞാൻ ബ്ലൂബെറി ഹോം നഴ്സിംഗിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കിടപ്പ് രോഗികളുണ്ടാവും. കിടപ്പ് രോഗികളുള്ള വീടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇപ്പോൾ കിടപ്പ് രോഗികളുള്ളപ്പോൾ ചിലപ്പോൾ നമ്മൾ ഹോം നഴ്സിനെ വെക്കാറുണ്ട്, ചിലപ്പോൾ വീട്ടുകാർ തന്നെയാണ് നേരിട്ട് നോക്കാറ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ കിടപ്പ് രോഗികളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളാണ് പറയുന്നത്. കിടപ്പ് രോഗികളിൽ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ഒരേ സൈഡ് വെച്ച് തന്നെ കിടക്കുമ്പോൾ ബാക്കിൽ പൊട്ടൽ വരുന്നത്. അതായത് ബെഡ് സോർ എന്ന് പറയും, അല്ലെങ്കിൽ അൾസർ എന്ന് പറയും, ബാക്ക് അൾസർ എന്ന് പറയും. അപ്പോൾ ഇത് ഒരു വലിയൊരു പ്രശ്നമാണ്. ഇത് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബെഡ് സോർ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഒരു പേഷ്യൻറ്റ്, ബെഡ് റിഡനായ പേഷ്യൻറ്റ്, കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടുമ്പോൾ അവരൊന്നൊരു പൊസിഷൻ മാറ്റി കിടത്തുക, ഒന്ന് ചെരിച്ച് അല്ലെങ്കിൽ ഒന്ന് തിരിച്ച് കിടത്തുക. ഒരേ സൈഡ് വെച്ച് കിടക്കുമ്പോഴാണ് എപ്പോഴും ഈ പൊട്ടലുണ്ടാവാൻ സാധ്യത. അതാണ് ഏറ്റവും പ്രത്യേകം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊസിഷൻ മാറ്റി കിടത്തുക. രണ്ടാമത് വരുന്നത് എന്താ കാര്യം, രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ പൊട്ടൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബാക്ക് സൈഡ് ഡ്രൈ ആവുമ്പോഴാണ് അവിടെ പൊട്ടൽ വരുന്നത്. അപ്പോൾ ഈ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ എന്തെങ്കിലും ഇടയ്ക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ മൂന്നാമത്തെ കാര്യം പറയുന്നത്, ഇവരുടെ ഭക്ഷണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് പ്രോട്ടീൻ റിച്ച് ആയ ഭക്ഷണം കൊടുക്കണം. നല്ല ന്യൂട്രീഷ്യസ് ആയ ഭക്ഷണം കൊടുത്താലാണ് അവർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ബെഡ് റിഡൻ ആണെങ്കിൽ തന്നെ ഇവർക്ക് ഈ ബെഡ് സോറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്. നാലാമത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അറിയാം, ഈ ബെഡ് റിഡനായ പേഷ്യൻസിന് ലൂസ് മോഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ദിവസം തന്നെ 5-6 തവണ ലൂസ് മോഷൻ വന്ന് അവിടെ ക്ലീൻ ചെയ്ത് ആ ഏരിയയിൽ നിന്ന് തന്നെ ആ ഏരിയ ഡ്രൈ ആയി മാറും. അവിടെ നിന്ന് തന്നെ ഈ പൊട്ടൽ തുടങ്ങാറുണ്ട്. അപ്പോൾ ലൂസ് മോഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ബെഡ് റിഡനായ പേഷ്യൻറ്റിന് നമുക്ക് എപ്പോഴും കുളിപ്പിക്കാൻ പറ്റാറില്ല. കാരണം എന്താ വെച്ചാൽ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വെറ്റ് വൈപ്സ് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ നനവുള്ള വൈപ്സ്, ആ വൈപ്സ് വെച്ച് ദേഹം മുഴുവൻ തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും ഒരു ബോഡി നല്ല ക്ലീൻ ആയിട്ടിരിക്കും, അതായത് ഒരു നനവോടൊക്കെ ഇരിക്കും. അപ്പോൾ കുളിപ്പിക്കാൻ പറ്റാത്തതിന് പകരമായിട്ട് ഈ വെറ്റ് വൈപ്സ് വെച്ച് തുടച്ചെടുക്കാൻ പറ്റും. പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കിടപ്പ് രോഗികൾ, ബെഡ് റിഡനായ പേഷ്യൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നുകിൽ വാട്ടർ ബെഡ് അല്ലെങ്കിൽ എയർ ബെഡ് കൊടുക്കുക. ഇത് വളരെ നല്ലതാണ്. എയർ ബെഡിൽ അല്ലെങ്കിൽ വാട്ടർ ബെഡിൽ കിടത്തുമ്പോൾ ഈ പൊട്ടലുണ്ടാവാതിരിക്കും. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 7ാമത്തെ കാര്യമാണ്, ഈ ബെഡ് റിഡനായ പേഷ്യൻസിന് എപ്പോഴും വളരെ ലൂസായ ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കുക. ഒരിക്കലും ടൈറ്റായ ഡ്രസ്സുകൾ ഇടാതിരിക്കുക. അതുപോലെ തന്നെ കോട്ടൺ ഡ്രസ്സുകൾ ഇടുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെഡ് സോർ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം. ബെഡ് സോർ വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കുക, ഈ കിടപ്പ് രോഗികൾ മാറ്റിയെടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതില്ലാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം. വീട്ടുകാർ നേരിട്ട് നടത്തുകയാണെങ്കിൽ ഹോം നേഴ്സ് ആയാലും ശ്രദ്ധിക്കേണ്ട ഈ 7 കാര്യങ്ങൾ ആണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. താങ്ക്